കുറച്ച് ഡിലേ ആയി കയറാൻ. നമുക്ക് എന്തായാലും പെട്ടെന്ന് ഇവൻ്റ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു. 8 ടീമോ യാ മൊത്തം 12 ടീമാണ് ഉള്ളത് കളിക്കാൻ. 38 പ്ലേയേഴ്സ് ഉള്ളൂ. ഹോപ്പ് ലൈവ് കാണാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, എല്ലാവരും എന്തായാലും ലാൻഡ് ചെയ്ത് ഡിലേ അടിച്ചില്ല. ഫ്ലൈറ്റിൽ നിന്ന് ചാടണം കാണിച്ച് ഡിലേ ആക്കിയിട്ടില്ല. നേരെ അങ്ങ് അവർ ലാൻഡ് ചെയ്തതിൻ്റെ ശേഷം ലൈവ് തുടങ്ങി. ഏത് ആരും ഒരുമിച്ചൊന്നുമില്ല. ഇവിടെ PLDയും ഓഡിയും ഉണ്ട്. ഇന്നാണ് ആക്ച്വലി ഫൈനൽ ഡേ ആണ്. ഇന്നത്തെ പോയിന്റും കൂടി നോക്കിയിട്ട് ടോപ്പ് 12 ടീമാണ് നാളെ തൊട്ടാണ് സെമി. നാളെയാണോ എന്നാണെന്ന് അറിയില്ല, ഡേറ്റ് അനൗൺസ് ചെയ്യും. സെമിയിലോട്ട് കയറുക ഈ ടോപ്പ് നിൽക്കുന്ന ടീമുകളാണ്. ഇന്നലത്തെ കൂട്ട് പോയിന്റ് ലീഡർ ബോർഡ് വന്നിട്ടുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. ഇത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. ഓക്കെ, BWL ഉണ്ട് ഇവിടെ. BWLൻ്റെ അടുത്തായിട്ട് മുകളിൽ ജെൻഎക്സ് ഉണ്ട്. ജെൻഎക്സിന് അത്യാവശ്യം നല്ല രീതിയിൽ പോയിന്റ് കയറി. അവർക്ക് ആക്ച്വലി ഇന്ന് കളിച്ചില്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ഫസ്റ്റിൽ നിന്ന് ഇറങ്ങാനുള്ള ചാൻസ് കുറവാണ്. പിന്നെ അല്ലെങ്കിൽ മറ്റേ ടീമുകൾ അത്യാവശ്യം കില്ലെടുക്കണം. മറ്റേ ജെൻഎക്സിൻ്റെ അടുത്തോട്ടാണല്ലോ ചെന്ന് കയറിയത്. ഓക്കെ, BWL ജെൻഎക്സിനെ എത്തിച്ചിട്ടുണ്ട് ഇവിടെ വണ്ടി. അയ്യോ, ജെൻഎക്സ് W പെട്ടു എന്ന് തോന്നുന്നു. ബാക്കിന്ന് വടി. ഓക്കെ, ജെൻഎക്സ് അവിടെ സപ്പോർട്ടിന് വന്ന് പുള്ളി ഡൗൺ ആവാനാണ് ചാൻസ്. പിക്കെങ്കിലും എടുക്കും. വേടാ പിക്ക് എടുത്ത്. അതെന്ത് പെട്ടെന്ന് അടിച്ച്. അയ്യോ, പുള്ളി അടിച്ച്. രണ്ടാമത്തെ പിക്ക് എടുത്ത് എന്നിട്ട് ഡൗൺ ആയി. 2 പിക്ക് എടുത്തിട്ടാണ് ജെൻഎക്സ് W ഡൗൺ ആയത്. ഓക്കെ, BWL വൈപ്പ് ആയിട്ടുണ്ട് ഫസ്റ്റ് തന്നെ. കറക്റ്റ് അടി തുടങ്ങിയ ടൈമിൽ ഞാൻ കയറി. അതാണ് കണ്ട. ഓക്കെ, ഫസ്റ്റ് ടീം അപ്പോൾ BWL ആണ് വൈപ്പായത്. 3 കില്ല് ഇട്ടിരിക്കുന്നത് ജെൻഎക്സിനാണ്. ഫസ്റ്റത്തെ 3 കില്ല്. ഗ്രൂപ്പ് A ആണിത്. സെയിം ടീമാണ് കേട്ടോ, ഇന്നലത്തെ സെയിം ടീം തന്നെയാണ്. എന്നാലേ ആ ലീഡർ ബോർഡിൽ നിന്ന് ഇവർ കയറുള്ളൂ. ലൈവ് ആക്ച്വലി റണ്ണിങ് ആണോ? ആരെങ്കിലും ഉണ്ടോ ചാറ്റിൽ? അതാരടിക്കുന്നത്? WS ഈ വഴി വന്ന് WS ആണ്. പക്ഷേ ഫസ്റ്റ് ഡേ അവരാണ് കേട്ടോ ജയിച്ചത്. രണ്ടാമത്തെ ഡേ അവർക്ക് വലിയ രീതിയിൽ കളിക്കാൻ പറ്റിയിട്ടില്ല. എൻ്റെ ലൈവ് റണ്ണിങ് ആണോ അല്ലേന്ന് എനിക്ക് അറിയുന്നില്ല. ചാറ്റിൽ ആരെങ്കിലും ഉണ്ടോ? റണ്ണിങ് ആണ്. നമ്മളെ VC കണ്ടില്ലല്ലേ. WS ഒരാളുള്ളൂല്ലോ ഇവിടെ. ബാക്കിയുള്ളവർ ലോങ്ങില്ല. WS 4 പേരുണ്ട്. ആക്ച്വലി ഇതാരാ അങ്ങോട്ട് കയറി കൊടുക്കുന്നത്? ജെൻഎക്സ് ആളെ പിന്നാലെ പോകുന്നുണ്ട്. WS സെർജിയോ ലോർ ഡൗൺ ആവുമെന്ന് തോന്നുന്നു. ആർമർ പോയി. ഞാൻ സെറ്റിൽ നിന്ന് പിങ് എടുത്ത് കളഞ്ഞു. അതുകൊണ്ട് ഇനി സീനില്ല. അയ്യോ, വണ്ടി കത്തി. പക്ഷെ WSനോട് സപ്പോർട്ട് വന്നു 3 പേരും. ജെൻഎക്സ് ഇറങ്ങി, WS ഇറങ്ങി. ജെൻഎക്സ് Y ഡൗൺ ആയി. WS സ്പീഡ് അർസനൽ ഡൗൺ ആയി. 2 ടീമിലും WS 2 പേര് ഡൗൺ ആയി. നിഞ്ച പ്ലേസ് എനിക്ക് തോന്നുന്നു റീകോളിന് കളിക്കാനുള്ള പരിപാടിയോ എന്തോ ആണ്. അല്ല, പുള്ളി ഇറങ്ങി. ഓക്കെ, രണ്ടാമത്തെ ടീം എലിമിനേറ്റ് ആയിട്ടുണ്ട്. WS ആണ്. WS സ്ക്വാഡ് അതല്ലേ WS. ജെൻഎക്സിൻ്റെ ഒരാളിവിടെ നോക്കാണ്, റബ്ബ് എടുക്കുന്നുണ്ട്. ജെൻഎക്സ് തന്നെയാണ് നടന്ന് കില്ലെടുത്തത്. 2 ടീമിനെ വൈപ്പാക്കിയത് ഇപ്പോൾ ജെൻഎക്സാ. ഇവർ ഗ്രൂപ്പ് ചെയ്യൽ ഇവരെ ഞാനും വെട്ടിക്കുന്നതുകൊണ്ടില്ല. 7 ഇല്ല ഇപ്പം തന്നെ. ഗ്രൂപ്പ് ജെൻഎക്സ് കൊണ്ടുപോയി. പിന്നാലെ പോയി അടിച്ച്. ജെൻഎക്സിൻ്റെ ഫുൾ ഫോം എന്തായിരുന്നു? ജനറേഷൻ എക്സോ അങ്ങനെ എന്തോ ആണ്. IGXത്തെ ഒരാളുണ്ട്, പക്ഷേ പുള്ളിക്കൂടെ ആൾക്കാരുള്ള അറിയില്ല എന്നാണ്. LAK ഇന്നലെ 2 പേരെ കളിച്ചിട്ടുള്ളൂ. അല്ല, മിനിയാന്നാണ് ഇന്ന് 2 പേരുണ്ടായിരുന്നത്.
ഓക്കെ. KL00 അവരുണ്ട്. KL00 ഒറ്റ ഒരാളോ? അല്ല, ടാഗില്ലാത്തവരാ. TPA അങ്കോത്തിരജി ഇവർക്ക് ടാഗ് ഇട്ടിട്ടില്ല. ടാഗ് ഇടുന്ന കുറച്ച്. അയ്യോ, ഈസിയും. ഓക്കെ, ഈസി എല്ലേക്കത്തെ ഒരാൾ അടിച്ചിട്ട് അവിടെ. ഓ, ബാക്കിൽ വന്ന് എല്ലേക്ക് വൈപ്പായി. ഇത് എവിടുന്ന് കയറി വന്ന്? നേരെ വണ്ടി കൊണ്ട് ഇങ്ങോട്ട് കയറി വന്നോ? ഇവിടെ പക്ഷേ IGX ഒരാളുണ്ടായിരുന്നല്ലോ. പുള്ളിപ്പോഴും ഇവിടെ ഒരു വേറെ ടീമല്ലേ? അവിടെ കയറി ഒളിച്ചു ചേട്ടാ IGX. മട്ടൻ ബിരിയാണി. ഓക്കെ, IGX ബാക്കി പ്ലേയേഴ്സ് അപ്പുറത്താണ്. ഈസി പെട്ടെന്ന് എവിടുന്നോ കയറി വന്ന് LAKനെ വൈപ്പാക്കിയിട്ടുണ്ട്. മൂന്നാമത്തെ ടീം അങ്ങനെ വൈപ്പായി. SM ഇല്ല ഇതിൽ. ആക്ച്വലി SMനെ കാണുന്നില്ല. SM ഒറ്റ പ്ലെയറോ? ബ്ലേഡ് കട്ടർ. പുള്ളി ഒറ്റക്കാണ് SM. പുള്ളി വണ്ടിയൊക്കെ എടുത്തൊരു കോമ്പൗണ്ടിൽ കയറി അങ്ങ് ഇരുന്ന് കേട്ടാ. എനിക്ക് തോന്നുന്നു സോണിൻ്റെ സെൻറ്ററൊക്കെ പിടിച്ചാന്ന് തോന്നുന്നത്. ഫസ്റ്റ് സോൺ വന്നത് ആക്ച്വലി. ഇല്ല, ഫസ്റ്റ് സോൺ phase 2 ആണ്. phase 2 വെയിറ്റിംഗ്, വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തോണ്ടിരിക്കുക. ഇനിയിപ്പോൾ അടുത്തൊന്നും ടീമുള്ളത് ഫീൽഡും ഓടിയാണ്. പിന്നെ ജെനെക്സ് ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ പിന്നെ അല്ലെങ്കിൽ പോവും. തിയേറ്ററിൻ്റെ അകത്ത് ഇവിടെ DNA ഒറ്റ പ്ലെയറുള്ളൂ, എയ്സ്മോൻ. SM ഒരാളുള്ളൂ, DNA ഒരാളുള്ളൂ. KL00 3 ആൾക്കാരുണ്ട്. ബാക്കി എല്ലാവരും 4 പേര് വെച്ചിട്ടുണ്ട്. ആക്ച്വലി 3 ഗെയിം ഒരുമിച്ച് കളിച്ചിരുന്നെങ്കിൽ ടോപ്പ് 12 എങ്ങനെയൊക്കെ കയറായിരുന്നു എല്ലാവർക്കും. ഇതെനിക്ക് തോന്നുന്നത് എല്ലാ ഗ്രൂപ്പിലും ഏറെക്കുറെ കൂടുതൽ വന്നിട്ടുള്ള 15 ടീം കണ്ട. മിക്ക ഗ്രൂപ്പിലും 12, 14 അത്ര കൗണ്ടേ ഗ്രൂപ്പ് വന്നിട്ട് ടീം കളിച്ചിട്ടുള്ളൂ. കളിച്ചവരെല്ലാവരും ഡയറക്റ്റ് സെമിയിലോട്ടാവും. നാളെ തൊട്ടിട്ട് 4 മാച്ചുണ്ടോ 2 മാച്ചാണോന്ന് അറിഞ്ഞൂടാ. നാളെ തൊട്ടല്ല, സെമി തൊട്ടിട്ട്. ഓക്കെ, IGX ചിക്കൻ ബിരിയാണി ഇവിടെ. കാട സീമ. ഈസിയും IGX അടിയിട്ടുണ്ട്. ഈസി ബാക്കിൽ നിന്ന് അവിടെ നിന്ന് കയറി വരുന്നുണ്ട്. IGX കണ്ടില്ല അവിടെ. IGX ഒരു പ്ലെയർ അവിടെ ഇരിക്കുന്ന. ഓക്കെ, ഈസി കട സീമ ഡൗൺ ആണെന്ന് തോന്നുന്നുണ്ട്. ഡൗൺ ആയി. മറ്റേ പുള്ളി ഇപ്പോഴും അതിൻ്റെ അകത്ത് തന്നെയാണ്. പുള്ളി അതിൻ്റെ അകത്ത് തന്നെ ഇപ്പോഴും. ഇപ്പോൾ പുള്ളി റീകോൾ ചെയ്യാൻ വേണ്ടി നിൽക്കുക. 9 ടീം ഇനി ബാക്കിയുള്ളത്. അവിടെ IGX പൊറോട്ട ഡൗൺ ആയിട്ടുണ്ട്. ഈസി കിസ് അടിച്ചിട്ടുണ്ട്. ഓക്കെ, IGX ഇവിടെ ഉണ്ടായിരുന്ന 3 പേരോ 2 പേരോ ഡൗൺ ആയിട്ടുണ്ട്. IGX 4 പേര്. 3 പേര് ഡൗൺ ആയി. ഒരാളിഞ്ഞിപ്പോൾ അവിടെ ഉള്ളത്. പുള്ളി നേരെ പോയിട്ട് റീകോൾ ചെയ്യാൻ പോകും. ഈസി താളെ റീകോൾ ചെയ്യാൻ വേണ്ടിയിട്ട് അവരങ്ങോട്ട് പോകുമ്പോൾ വീണ്ടും അടിയാവും. അവിടെ റീകോൾ ചെയ്യുന്ന സൗണ്ട് ഇങ്ങോട്ട് കേൾക്കുമോ? മിനിറ്റ്. ഇവിടെ വേറെ ആരും കണ്ടുമുട്ടാനായിട്ടില്ല. പക്ഷേ ഈസി നേരെ മറ്റവൻ്റെ അടുത്തോട്ടൊക്കെ കയറി ചെന്ന്. ഇല്ല, കുറച്ച് ദൂരമുണ്ട്. പക്ഷെ അവരിങ്ങോ വന്നു. ഈസി വന്നു, അടിച്ചു. റീകോൾ ചെയ്തിട്ടാ പുള്ളി ഡൗൺ ആയത്. ബാക്കി 3 പ്ലേയേഴ്സ് ലാൻഡായി. കുറച്ച് ദൂരം അടുത്ത വരെ കേൾക്കുള്ളല്ലേ. അയ്യോ, IGX പൊറോട്ട അവിടെ തന്നെ ഇറങ്ങിയല്ല. പുള്ളി അവിടെ തന്നെ ഡൗൺ ആയി. മന്തി മാത്രം അപ്പുറത്തെ ജില്ലയിലാണല്ലോ.
ഇപ്പോൾ മന്തി ഇവിടെ ഇറങ്ങാത്ത പ്ലെയറാണോ? പുള്ളിക്കിട്ട് വന്നിട്ടേ ഇല്ലാത്ത പ്ലെയറാണെന്ന് തോന്നുന്നു. ഇവിടെ വേറെ ആരും ഇല്ല. പുള്ളി തൊട്ട് അടുത്ത റീകോളിൽ പോയിട്ടുണ്ട് അവിടെ. അയ്യോ VX9 IGS ചിക്കൻ ബിരിയാണി അടിച്ചു. അത് എവിടെ അടിച്ചേ? ഓ പുള്ളി ഇവിടെ ലാൻഡായത് ലൂട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നതും പുള്ളി അടിച്ചിട്ടുണ്ട്. അവിടെ അടുത്ത 2 ടീം ജെന്നെക്സ്. അയ്യോ ജെന്നെക്സ് വരെ കണ്ടാ? ജെന്നെക്സ് PLD ഇവിടെ അടിയാന്ന് തോന്നുന്നു. നോക്കി നോക്കി വരുന്നുണ്ട്. അയ്യോ PLD അടിച്ച്. ഇനി ബാക്കിയുള്ളത് 9 ടീം തന്നെയാണ്. വേറെ ടീമൊന്നും വൈപ്പായിട്ടില്ല. മൊത്തം 12 ടീം ഇറങ്ങിയാലും 3 ടീം വൈപ്പായി. ഉള്ളതിലിപ്പോൾ ഈസിക്ക് 7 കില്ലല്ലേ? ഈസിക്ക് 7 വിക്കായി, ജെന്നെക്സിന് 7 വിക്കായി. ഓക്കെ ജെന്നെക്സ് PLD ജെന്നെക്സ് ഇറങ്ങി അടിക്കാൻ തന്നെയാണ് പ്ലാന്. അടിയായി. PLD മാർക്കോ പീറ്ററിൻ്റെ ആർമർ കളഞ്ഞ്. അയ്യോ അതേ മോളിൽ ചാടി വീണ്. റേവൻ ബാക്ക് ഇറങ്ങി. അവിടുന്ന് PLD 2 പേര് കയറി വരുന്നുണ്ട്. ഈ റേവനോട് പുള്ളി കണ്ടിട്ടില്ല കേട്ടോ. W പണി കിട്ടും ചിലപ്പോൾ. ആ W വീണ്. ജെനെക്സിൽ 2 പേര് ഡൗണായി. അതാ ചാടി വീണ്. PLD ജെനെക്സ് വൈപ്പാവുമെന്ന് തോന്നുന്നു കണ്ടിട്ട്. ഓക്കെ ജെനെക്സ് വൈപ്പായിട്ടുണ്ട്. പക്ഷെ ജെനെക്സ് അത്യാവശ്യം പിക്ക് എടുത്തിട്ടാണ് ഡൗൺ ആയത്. 8 കില്ലുണ്ട്. ജെനെക്സിന് ആക്ച്വലി സീനില്ല. കില്ല് അത്യാവശ്യം ഉള്ളതുകൊണ്ട് ഒരു കുഴപ്പമില്ല അവർക്ക്. അവിടെ അടുത്ത 2 ടീം തമ്മിലടിയല്ലോ. കണ്ടിട്ടില്ല. IGX ഓലെ നോക്കാണ് പുള്ളി. പുള്ളി വെയിറ്റ് ചെയ്തിരിക്കുക കേട്ടോ. അത് ബെയിറ്റ് ആയിട്ട് വെച്ചിരിക്കുന്നതാണ്. ഫിനിഷ് ആക്കുന്നില്ല. IGX എല്ലാവരും അവിടെ റീകോൾ അടിച്ച്. ഒരാളുള്ളത് അവിടെ കിടക്കുക. ഇതിന് ഫിനിഷ് ആക്കേണ്ട. അവർക്ക് റീകോളും ചെയ്യാൻ പറ്റില്ല. റീകോൾ സ്റ്റേഷൻ. അപ്പം ഇനിയുള്ളത് 8 ടീമാണ്. അല്ല 8 അല്ല 9 ടീമോ? അല്ല അത് ടോട്ടൽ ടീമാണ്. ഫിനിഷാക്കി. പുള്ളിക്ക് ബോറടിച്ചെന്ന് തോന്നണം. 3 6 8 പേര് ഇനി ബാക്കിയുണ്ട്. അതിൽ DNAയിൽ ഒരാളുള്ളൂ, SMയിൽ ഒരാളുള്ളൂ, KL00 3 പേര്, ബാക്കി എല്ലാതും 4 പേര് വെച്ചിട്ടുണ്ട്. 23 ലൈവ്. സോണ് ഫേസ് 3 ആണ്. അവിടെ കണ്ടുകൂട്ടാൻ ചാൻസ് ഉണ്ടല്ലോ. SYTയും ഇതാരായിരുന്നു? ഓടി അനിമലോ? ഓടി യാ. ഓവർ ഡ്രൈവ് ആണല്ലോ ഓടി യാ. ഇപ്പോൾ ഞാൻ പുഷ് ചെയ്തല്ലോ. ഓ VX Acephone. ഓക്കെ VX അല്ല അത് DNA ആണ് ടീമിൻ്റെ പേര്. DNA ഇപ്പോൾ വൈപ്പായിട്ടുണ്ട്. ഒരേ ഒരു പ്ലെയർ ഉണ്ടായിരുന്നുള്ളൂ.
ഈസി വന്നിട്ട് അടിച്ചു അതിനെ. പുള്ളി ഇങ്ങനെ റിവീലായി. അപ്പോൾ കുട്സ് എന്തൊരു ബോട്ടാണ് 26 ആൾക്കാർ. ചാറ്റിലാരും കാണുന്നില്ല. ലോഹിത് ടോം ഗെയിമിങ് അപ്പക്കുട്ടൻ 3 ആൾക്കാർ ചാറ്റിട്ട്. ഫോട്ടോ വച്ചില്ലാണ്. എന്താ എന്താ പൊഴിഞ്ഞു പോയല്ലോ. ആ സോളോ ഹായ് അതെയോ കണ്ട കണ്ട പറഞ്ഞപ്പോൾ ചാറ്റിട്ട്. ആക്ച്വലി 7 ടീം ഇനിയുള്ളൂ. SM ഒരേ ഒരാൾ എവിടെ ഇരിക്കുന്നതാ, എവിടെ നിന്ന്? അയ്യോ അവിടെ റെക്കോർഡിൽ PLD ഈസി. ഓ 2 ടീം അടിക്കും. ഈസിക്ക് അത്യാവശ്യം പിക്ക് ഉണ്ട്, PLDക്കും ഉണ്ട്. PLD ജനറേഷൻ എക്സിനെ വൈപ്പാക്കിയ 4 ഇല്ലുണ്ട് PLDക്ക്. ഈസിക്ക് 8 ഇല്ല്. പിള്ളേർ ഏറ്റവും കൂടുതൽ കില്ലുള്ള 2 ടീമാണ്. ചാറ്റ് ഇടാത്തവരോടൊക്കെ നെറ്റ് അടിച്ചു പോണേന്നാ ചേട്ടാ. അപ്പോൾ വ്യൂ പോലാടാ. ഓക്കെ ഈസി ഇറങ്ങി അടിക്കുന്നുണ്ട്. നല്ല രീതിയിൽ വളഞ്ഞു കേട്ടാവര്. മാർക്കോടി പീറ്ററിൻ്റെ ആർമർ പോയി. ഷെപ്പിയുടെ ആർമർ പോയി. അവിടെ ഒരു 1v1 അടിച്ചു. PLD അരിനെ അടിച്ചിട്ടുണ്ടോ അലിപ്പാപ്പ? 3v. ഓക്കെ PLD അവിടെ വൈപ്പായിട്ടുണ്ട്. അണ്ണ ഐ വാണ കാസ്റ്റ് യു ആർ ദ കോർണിയസ്റ്റ് കാസ്റ്റർ. അതെന്തൊരു കാസ്റ്റർ? മോശം എന്നാണ് ഉദ്ദേശിച്ചത്. ഓക്കെ അവിടെ റവ് എടുത്ത്. ഈസിക്ക് അതിനെ 12 കില്ലായിട്ടുണ്ട്. ടോപ്പ് കില്ലുണ്ടായിരുന്ന എല്ലാ ടീമും ഡൗൺ ആയി. ഇപ്പോൾ YGXന് മാത്രമേ ഒരു കില്ലുള്ളത്. SYT അങ്ങോട്ട് കയറി വന്ന ഉറുമ്പ് അടിക്കണേ അങ്ങനെ വേണം പറയാം. ആ അതാ. ഓക്കെ SYT ഈസി. SYT അടിക്കുന്നില്ല. ക്ലീഷേ. ഓഹോ ആക്ച്വലി 6 ടീമിന് ബാക്കിയുള്ളത്. അതിൽ ഈസി ഇവിടെ ഉണ്ട്. SYT, ഓടി, SM ഒരാളേ ഉള്ളൂ. KL00 3 ആൾക്കാർ. IGX റീകോൾ ആയിട്ട് വന്നിട്ട് പിന്നെ അവിടുന്ന് പോയിട്ടില്ല. പക്ഷേ ഇപ്പോൾ പോകണം. എവിടെയൊക്കെ തിരിച്ചു തരും. അതെ അതെ എല്ലാവരും കൂടി പറഞ്ഞേക്കോടാ. SYT പോയില്ല, വീണ്ടും വന്ന്. അപ്പോൾ ആരാ ആ പോയതാരാ? ഇപ്പോൾ ഈസി ആണല്ലേ പോയത്. ഈസി SYT എന്തായാലും അടിയായി. കടസീമയുടെ ആർമർ അടച്ചു കളഞ്ഞിട്ടുണ്ട്. ചേസാണ്. ആരോ ഇവിടെ നിന്ന് അടിക്കുന്നത്? വണ്ടിയിൽ നിന്നിട്ടാണല്ലോ അടിക്കുന്നത് SYT. വേറെ ആരും അടുത്തടുത്തില്ല.
ഇപ്പോഴും ആ കോമ്പൗണ്ടിലാണോ? കോമ്പൗണ്ട് മാറി തൊട്ടടുത്ത് കൂടെ ഓടി പോകുന്നുണ്ട്. ഓടിപ്പോകുന്നു. ഓക്കെ, ഫേസ് 4 മുട്ടി ഫേസ് 5 ആയി. സോണിനെ എങ്ങോട്ടാ? അല്ല, അടുത്ത വരാൻ ടൈമുണ്ട്. പുള്ളി അവിടുന്ന് മാറില്ല. പുള്ളി പൊസിഷൻ എടുക്കാൻ വേണ്ടി കളിക്കുക. എസ് പുള്ളി റിവീൽ ആവാണ്ടിരിക്കുവാണ്. ഇപ്പോൾ വേറെ IGXന് മാത്രമേ ഇല്ലുള്ളൂ. പിന്നെ ECക്ക് 12 ഇല്ല. വേറെ 4 ടീമിനും ഇതുവരെ ഫൈറ്റ് ആയിട്ടില്ല. ആണ് ആരടിച്ച്? ഓ, പുള്ളി പുറത്തിറങ്ങി. ഇത് പിന്നാലെ പോണ്. ഡൗണായി. ഓക്കെ, റിച്ച് അവിടെ ബ്ലേഡ് കാട്ടറിനെ അടിച്ചിട്ടുണ്ട്. അങ്ങനെ SMത്ത് ഒരാളുണ്ടായിരുന്നത് പുള്ളി വൈപ്പായി. SM ഓൾ ഡൗൺ. തൊട്ടപ്പുറത്ത് തന്നെ അടുത്ത ടീം വന്നല്ലോ. ഈസി വേഴ്സസ് ഓടി. ഈസിക്ക് ഇവരും കൂടി അടിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ 16 കില്ലോ ടോട്ടൽ. അയ്യോ, വണ്ടി കത്തി. കടസീമ ഡൗൺ ആവുമെന്ന് തോന്നുന്നു. ഡൗണായി. എടാ, പുള്ളിയുടെ വണ്ടിക്കും തീ പിടിച്ച്. ഓക്കെ, ഓടി റിച്ച് എല്ലോനെ അടിച്ചിട്ടുണ്ട് അവിടെ. അതെവിടെ? അതിൻ്റെ അകത്ത് ആ സൈഡിലോട്ട് അടിച്ച്. അയ്യോ, അലിപ്പാപ്പ ഡൗൺ. ഓക്കെ, ഈസി വൈപ്പായി. ഓടി ഈസിയിൽ സിമ്പിളായി അടിച്ചിട്ടല്ലോ. ഈസി ആയിട്ട് അടിച്ചിട്ടവിടെ. അങ്ങനെ കൂടുതൽ കില്ലുണ്ടായിരുന്ന ഈസിയും ഡൗൺ ആയിട്ട് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കില്ലുള്ളത് ഓടിക്കായിട്ടുണ്ട്. 5 കില്ലെടുത്തവർ. KL00 ഇതെവിടെയായിരുന്നു അവർ സോണില്ല. എവിടെയാണ്? കോട്ട് സെൻറ്ററിൻ്റെ അകത്തവർ. SYT മാത്രമാണ് ഇപ്പോൾ സോണൗട്ടിലുള്ളത്. ശരി, കയറുന്നുണ്ട്. കയറി. സോണിഷ്ണിങ്കാവുന്ന ടൈമുണ്ട്. ഇനി 4 ടീമാണ് ഉള്ളത്. അവർ പെട്ടെന്ന് അടിയാവോ ഇല്ലേന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, നെക്സ്റ്റ് സോണ് വന്നിട്ടില്ല. വരണം, ടൈം എടുക്കും. അടുത്തൊന്നും ആരും ഇല്ല. ഫൈനൽ ഡേ ആയതുകൊണ്ട് ടോപ്പിലുള്ള ഗ്യാങ് അങ്ങ് ഓടി നടന്ന് അടിച്ചു.
ഓക്കെ സോൺ പോയി. സോണിൻ്റെ സെൻറ്ററിലുള്ളത് ഓടി. IGX അകത്തുണ്ട്. KL00 അകത്ത് കയറി. ഇവിടെ S5 2 പ്ലേയേഴ്സ് കയറിയിട്ടുള്ളൂ. ബാക്കിയുള്ളവർ കയറുന്നുണ്ട്. ചെറുതായി വരുന്നുണ്ട്. സിറ്റി ഏരിയയിലോട്ടാണ് വരുന്നത് സോണ്. ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കുഴപ്പമില്ല. പക്ഷെ ഇവിടെ ആണെങ്കിൽ അത്യാവശ്യം കവറൊക്കെ എടുത്ത് കളിക്കാൻ പറ്റും അവർക്ക്. ഞാനൊക്കെ ഇതിനിറങ്ങിയ കളി തന്നെ അറ്റാക്ക് അങ്ങനെ ഇതിൽ ഈസി ആയിരിക്കും. ടോപ്പ് 12 ഈസി ആയിട്ട് സെമി കയറാൻ പറ്റും. എവിടെയെങ്കിലും നല്ല പൊസിഷൻ എടുത്ത് ഇരുന്ന് കഴിഞ്ഞാൽ വലിയ സീനില്ലാണ്ട് കയറാൻ പറ്റും. ഇവിടെ അടിയാവാൻ ചാൻസ് ഉണ്ട്. S5 ഓടിയും. S5 അല്ലേ ഇത്? S5 ഇങ്ങോട്ട് കയറി വരുന്നുണ്ട്. പക്ഷെ അറിയില്ലെന്ന് തോന്നുന്നു ആളുള്ളത്. പാനിക്കായിട്ടോ. 14 ലൈവ്. അതിൽ 4 പേര് IGX, 3 പേര് KL00, ഓടി 3 പേര്, S5 4 പേര്. ഓക്കെ കറക്റ്റാ. S5 നേരെ അടുത്ത ടീമിൻ്റെ അടുത്തോട്ടാണല്ലോ പോണത്. KL00 എഡ്ജിൽ നിന്ന് കളിക്കുമോ സോണിൻ്റെ? അതാ ഷാഡോയോ? എന്ത് ഷാഡോ? സോൺ പോയി. എല്ലാ ടീമിനും സോണിലോട്ട് കയറണം. ഞാൻ പറഞ്ഞ പോലെ കവറില്ലാത്തോടത്തോട്ടാണല്ലോ സോണ് പോണത്. ഇങ്ങോട്ട് കുറച്ച് സ്ഥലങ്ങളേ ഉള്ളൂ. ഇത് ആക്ച്വലി കവറുള്ള ഏരിയ തന്നെ അല്ലേ? വീടുകളാ. ഓക്കെ ഓടിയും IGX അടിയായിട്ടുണ്ട്. ഇവരെങ്ങനെ എത്ര പെട്ടെന്ന് കണ്ടുപിട്ടി? ആരോ ഡൗണായി. IGX പൊറോട്ട ഡൗൺ. ചിക്കൻ ബിരിയാണി 1 HP പോകുന്നത്. ചിക്കൻ ബിരിയാണിയുടെ വണ്ടി കത്തി പൊട്ടിത്തെറിച്ച് ചാവും തോന്നണല്ലോ. സോണും വന്ന്. IGX ചിക്കൻ ബിരിയാണി ഡൗൺ. IGX മട്ടൻ ബിരിയാണി സോൺ ഔട്ടില്. S5 ഇതായിരുന്നു. അല്ല KL00 ഒരാൾ ഡൗണായി. 2 ആൾ ഡൗണായി. KL00 ലാസ്റ്റ് വനാന്ന് തോന്നുന്നത്. മിക്കു പുള്ളിക്കഞ്ഞ റീകോളൊന്നും ഇല്ല അവിടെ. റീകോൾ ചെയ്യാനൊന്നും സ്ഥലങ്ങളില്ല. പുള്ളിങ്ങൾ ഡൗൺ ആയി കഴിഞ്ഞാൽ KL00 വൈപ്പാവും. S5 ആരും ഡൗൺ ആയിട്ടില്ല. നീടല്ലോ എന്തിനാ നീടല്ലേ? അയ്യോ സോണോട്ടിക്കല്ല പോണേ. കുരുങ്ങി.
അടുത്ത സോണ് വരുന്നുണ്ട്, ഇപ്പം സ്റ്റാർട്ടാവും. ഓക്കെ, ഐജെക്സ് മന്തിനെ അവർ കണ്ട് ലാസ്റ്റ് വരാനാണ്. ഐജെക്സ് വൈപ്പ് ഐ, യെസ്. ഓക്കെ, ടോപ്പ് 3 വന്നിട്ടുണ്ട്. KL00 0 കില്ല്, ഐജെക്സ് വൈപ്പായി 1 കില്ലുള്ളൂ. SYTക്ക് 2 കില്ലുണ്ട്, ഓടിക്ക് 8 കില്ലുണ്ട്. ഇപ്പോൾ ടോപ്പ് ഓടിയാണ് ഏറ്റവും കൂടുതൽ കില്ലിട്ടത് എലൈവ് ഉള്ളതിൽ. KL00 ഒരാളുള്ളൂ, ബട്ട് ബാക്കി SYT 4, KL00 ഓടി 3 ആൾക്കാരുള്ളൂ. 8 ലൈവ്. അയ്യോ, സ്വിമ്മിംഗ് പൂളിലിട്ടിട്ട് വണ്ടി കുരുങ്ങി. മിക്കു 1 HP. ഓക്കെ, KL00 എലിമിനേറ്റ് ആയിട്ടുണ്ട്. SYT അലി ആ പിക്ക് എടുത്തിട്ടുണ്ട് ലാസ്റ്റ്. ഇനി 2 ടീം, SYT വേഴ്സസ് ഓടി. SYT 3 ലൈവ്, അല്ല SYT 4 ലൈവ്, ഓടി 3 ആൾക്കാരുള്ളൂ. സോൺ ഓപ്പണിലോട്ട് പോകുന്നു. മലയിലോട്ടാ. ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ നല്ല പൊസിഷനാണല്ലോ. അപ്പുറത്തും ഇപ്പുറത്തും. കൃപേഷ് കുമാർ പുള്ളി ഡൗൺ ആയി. 3v3 ആയിട്ടുണ്ട് ആക്ച്വലി. ഇപ്പോൾ പോത്തൻ്റെ അവിടെ ആർമർ പോയി. ഈ പോത്തൻ 1 HP. പണ്ടിക്കാട് അവിടെ കറങ്ങി വന്ന്, പക്ഷെ ഡൗൺ ആണെന്ന് തോന്നണം. 3 പേരെടുത്തോട്ടാ ചേറ്. ഒരു പിക്കെടുത്ത് ഡൗണായി. 2v2 ആയിട്ടുണ്ട്, നല്ല രീതിയിൽ പോകുന്നുണ്ട്. പക്ഷെ SYT 2 പേര് ഒറ്റയ്ക്ക് കയറി ചെന്ന് ഡൗണായി. റെവ് എടുത്തവിടെ ഓടിയപ്പോൾ ആരും ഡൗൺ ആയിട്ടില്ല. 3v2 ആണ് കൗണ്ട്. ഓടിക്ക് 10 ഇല്ലായി, SYT 3 ഇല്ല. ഏറെക്കുറെ ലാസ്റ്റ് സോണായി, 10ാമത്തെ സോണ് വന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല പൊസിഷൻ കിട്ടി SYT. കയറി വരുന്ന അയ്യോ കയറി ചെന്ന്. റിച്ചി അവിടെ ചാടിറങ്ങിയിട്ടുണ്ട്. പോത്തൻ 1 HP. ഓക്കെ, ഡൗൺ ആയി. 2 പേരവിടെ പിക്കെടുത്ത്. റിച്ചി ഇപ്പുറത്തുള്ള ആളെടുത്ത്, ഗുളു അപ്പുറത്തുള്ള ആളെടുത്ത്. ഓടിയപ്പോൾ ഈ മാച്ച് ഗ്രൂപ്പ് എ ഓടിയാണ് ജയിച്ചിരിക്കുന്നത്. ഓവർ ഡ്രൈവ് എന്തോ കൂടെ ഉണ്ടായിരുന്നു അവരുടെ ഒപ്പം ഓവർ ഡ്രൈവ് വേറെ എന്തോ ഒരു പേരും കൊണ്ടായിരുന്നു. SYT 3 ഇല്ലേ. ഗ്രൂപ്പ് എൻ്റെ മാച്ച് അപ്പോൾ എൻ്റെ ആയിട്ടുണ്ട്. സമയത്തിനായി 8:52. 9 മണിക്ക് അടുത്ത മാച്ച് ഗ്രൂപ്പ് പിയുടെ. അപ്പോൾ ജിജി.